എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഇന്ന് നമ്മൾ രാമായണത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഹനുമാൻ. ടീച്ചർ, രാമായണത്തിൽ രാമനോടൊപ്പം ലക്ഷ്മണനോടൊപ്പം സീതയോടൊപ്പം തുല്യ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് ഹനുമാൻ. അതെ. ഹനുമാന്റെ ജനനത്തെക്കുറിച്ചൊക്കെ കഥ അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും വായുപുത്രനായതെങ്ങനെ, അതല്ലെങ്കിൽ ആഞ്ജനേയനായതെങ്ങനെ എന്നൊക്കെയുള്ള. അതെ, അപ്പോൾ ആ കഥ ഇന്ന് പറയാം. വളരെ ശക്തിമാനും വേദാന്തിയും പണ്ഡിതനുമായിരുന്ന ഒരു വാനരനാണ് ഹനുമാൻ. ഹനുമാന്റെ ജനനത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. അതിൽ ഒന്ന് രണ്ടെണ്ണം നമുക്ക് വേണേ പറയാം. അതിലൊന്ന് ഈ അമൃതവും മഹാവിഷ്ണു മോഹിനി വേഷം, അതൊക്കെ പ്രസിദ്ധ കഥകളാണല്ലോ. ആ വേഷം കണ്ടപ്പോൾ ശിവന് സ്ഖലനം ഉണ്ടായി. അത് സപ്തർഷികൾ ഇവ എടുത്തിട്ട് അഞ്ജനയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചുണ്ടായതാണെന്ന് ഒന്ന്. രണ്ടാമത്തത് പുത്രകാമേഷ്ടി യാഗം നടക്കുമ്പോൾ പായസം ഉണ്ടല്ലോ, ആ പായസം ഒരു പരുന്തിൻ്റെ കൊക്കില് കുറച്ച് കൊത്തിക്കൊണ്ടുപോയി പരുന്ത്. അങ്ങനെ പോകുമ്പം അഞ്ജന അപ്പം ശിവഭജനം ചെയ്തിങ്ങനെ നിൽക്കുക, അഞ്ജനയുടെ വിരലിലോട്ട് വീണു. അപ്പൊ ഇതിന്റെ മണവും ഇതെല്ലാം കൂടെ ആയപ്പോൾ അഞ്ജന ഇതങ്ങ് നക്കി. അത് ചെന്നിട്ടുണ്ടായതാണ് ഹനുമാൻ. എന്തായാലും അഞ്ജനയാണ് അമ്മ. പിന്നെ മറ്റൊരു കഥ കേട്ടിട്ടുണ്ട്, ശിവനും പാർവതിയും വാനരവേഷത്തിൽ ചുറ്റിക്കിറങ്ങി. ശിവനും പാർവതിയും കൂടെ അവരൊരു ഒത്തിരി ക്ലേശം സഹിച്ചാണ് ശിവനെ കൈക്കലാക്കുന്ന പാർവതി ദേവി. പക്ഷെ അത് കിട്ടിയപ്പോൾ മുതൽ അക്രീത ദാസനാണ്. പിന്നെ അവരുടെ മധുവിധു വളരെ കേമമാണ്. അവർ കൊച്ചു പിള്ളേരെ മാതിരിയോ ഒരു ജന്മമാണ് കടന്നു പോയതല്ലേ സതീദേവി എന്ന് പറയുന്നത്. അതെ. ഇവരോടി ചാടി വനത്തിലും വീട്ടിലും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ചില സമയത്ത് ഇവർ മൃഗങ്ങളാവും. അങ്ങനെ ആനയും കരുണിയും ആയിട്ട്, കൊമ്പനാനയും പിടിയാനയുമായിട്ട് ഇവർ നടക്കുമ്പോൾ പാർവതി ഗർഭിണിയായി ഗണപതിയായിട്ട് ജനിച്ചു. അത് കഴിഞ്ഞിട്ട് ഉടനെ ഇവർ വേഷം മാറി കുരങ്ങുകളായി മരം ചാടി നടന്ന് ഗർഭിണിയായി. ആ സമയത്ത് ഇനി ജനിക്കുന്നത് കുരങ്ങായിരിക്കുമല്ലോ. അപ്പൊ പാർവതി പറഞ്ഞു, എനിക്ക് കുരങ്ങിന്റെ കുഞ്ഞു വേണ്ട, എനിക്കതിനെ കൊണ്ടടക്കാൻ പാടാണ്. അപ്പൊ ശിവൻ മനസ്സിലായി ഇതെങ്ങനെയും നഷ്ടപ്പെടും. അതുകൊണ്ട് ആ ഗർഭം ശിവന്റെ ശക്തി കൊണ്ട് ആ പാർവതിയിൽ നിന്നും മാറ്റിയിട്ട് വായു ഭഗവാനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഉചിതമായ ഒരു സ്ഥലത്ത് നിക്ഷേപിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അഞ്ജന ശിവനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനൊരു കഥയുണ്ട്. ബൃഹസ്പതിയുടെ ദാസി പുഞ്ചികസ്ഥല എന്ന് പറഞ്ഞൊരു ആള്, വിദ്യാധരിയാണ്. ചെറിയ ശുശ്രൂഷയൊക്കെ ആശ്രമത്തിൽ ചെയ്തു കൊടുക്കുന്ന ആള്. അങ്ങനെ രാവിലെ പൂജയ്ക്ക് പുഷ്പങ്ങൾക്കായിട്ട് പോയി പൂവിറുക്കാൻ. അങ്ങനെ പൂവിറുക്കാൻ പോയ അവള് തോട്ടത്തിലൊക്കെ നടന്ന് നോക്കുമ്പം അവിടെ ചില സ്ത്രീ പുരുഷന്മാര്, ചെറുപ്പക്കാര് കാമകേളികളിൽ വ്യാപൃതരായി നിൽക്കുന്നത് കണ്ടു. ഇത് കണ്ടപ്പം ഇവൾക്ക് പൂവിറുക്കുന്നതും മറന്നു, ബാക്കിയെല്ലാം മറന്നു. ഇവൾക്ക് ആ വികാരം ഉണ്ടായതായിരിക്കാം. തിരിച്ചു വന്നിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കൃത്യം ചെയ്തു. ബൃഹസ്പതിയെ കയറി ആശ്ലേഷിച്ചു. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ഞാൻ പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, നീ ഒരു വാനര സ്ത്രീ ആയി പോട്ടെ. അപ്പം ഇവർക്കൊക്കെ പെട്ടെന്നാണ് ദേഷ്യം വരുന്നത്. ഇത്രയും ചെയ്ത കാര്യങ്ങൾ ഇന്നുവരെ അവള് ഇതുപോലെ സഹായിച്ചു നിന്നു, അതൊന്നും ചിന്തിക്കത്തില്ല ആ സമയത്ത്. അപ്പൊ തന്നെ പശ്ചാത്തപിച്ച് ശാപമോക്ഷം കൊടുക്കും. എന്നെങ്കിലും ശിവചൈതന്യം നീ ഉൾക്കൊണ്ട് അതിൽ നിന്നും ശിശു ഉണ്ടാവുമ്പോ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്നൂടെ പറഞ്ഞു. അങ്ങനെയാണ് ആ സമയത്താണ് വായു ഭഗവാൻ അന്വേഷിച്ച് നടക്കുന്നത്. അത് തന്നെ, വായു ഭഗവാൻ ഇതും കൊണ്ട് നടക്കുക. ഇവളിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നു. തക്ക സമയമാണ്. അതിനിടയിൽ ഈ അഞ്ജനവനത്തിൽ പോയിട്ട്, അഞ്ജന എന്ന് പേര് സ്വയം സ്വീകരിച്ച് അഞ്ജനവനത്തിൽ പോയിട്ട് അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക. അപ്പൊ ഒരു കല്യാണം കഴിച്ചു. കേസരി എന്ന് പറയുന്ന വാനരനെ കല്യാണം കഴിച്ചു. അപ്പൊ ശിവപൂജ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഇത് അന്വേഷിച്ച് നടക്കുന്ന ഒരാള്, ശിവചൈതന്യം തൻ്റെ ഉള്ളിലാവണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെ വായു ഭഗവാൻ കണ്ടെത്തുകയും ഈ ഗർഭം അവളിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഗർഭം പൂർത്തിയായി. ഏതാണ്ട് ഈ പൂർത്തിയാകുന്ന ഗർഭമാണ്, അല്ലാണ്ട് ഭ്രൂണാവസ്ഥയൊന്നും അല്ല. ഉടൻ തന്നെ ഇവള് പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രസവിക്കുന്നതോടുകൂടി ശാപമോക്ഷാണല്ലോ. അന്നേരം ഈ എന്താ ചെയ്യുക, ഈ കുഞ്ഞങ്ങോട്ട് ഉണ്ണിക്കുരങ്ങ് അങ്ങോട്ടുണ്ടായി ഇവള് പോകാൻ തുടങ്ങുക. അപ്പം കുഞ്ഞ് ചോദിക്കുന്നു, അമ്മ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ഭക്ഷണം കഴിക്കും, ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പോഴിങ്ങനെ കാണിക്കും സൂര്യനെ. സൂര്യൻ ഉദിച്ചു വരിക, അല്ല പഴം പോലെ, അതുപോലെയുള്ള പഴങ്ങൾ തിന്ന് നീ ജീവിക്കണം.
എന്ന് പറയും. എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങ് സ്ഥലം വിടും. അപ്പൊ നല്ല വിശപ്പാ കുഞ്ഞിന്. അന്നേരം നല്ല ശക്തിമാനുമാണ്. നേരെ അങ്ങോട്ട് ഹനുമാൻ എന്ന പേര് കിട്ടിയതിന്റെ കഥയാണ് പറഞ്ഞു വരുന്നത്. നേരെ മേളിലോട്ട് പോവാ. അവിടെ ചെല്ലുമ്പം അങ്ങ് ചെന്നില്ല. അതിനു മുമ്പ് നോക്കുമ്പോ രാഹുവിനെ കാണുന്നു. കുറച്ചുകൂടെ വലിപ്പമല്ലേ, കുറച്ചുകൂടെ അടുത്ത. ഉടനെ രാഹുവിന്റെ നേരെ തിരിഞ്ഞു. അന്നേരം അതിനപ്പുറത്ത് ഐരാവതം നിൽക്കുന്നു. ഐരാവതത്തിന്റെ അടുത്തോട്ട് വായും പൊളിച്ച് ചെല്ലുക. അത് ഇന്ദ്രൻ കണ്ടു. വജ്രായുധം കൊണ്ട് ഒരൊറ്റ വെട്ടാണ്. ഹനുവില് താടിയില വെട്ട് കൊണ്ടിട്ട് മോഹാത്സ്യപ്പെട്ട് കുഞ്ഞ് താഴോട്ട് പോയി. വായു ഭഗവാൻ കണ്ടു, ഓടിച്ചെന്ന് പിടിച്ചു. ഭയങ്കര ദേഷ്യവും സങ്കടവും ഒക്കെ കൂടെ വന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് പാതാളത്തിലോട്ട് അങ്ങ് പോയി. അതൊരു ഭയങ്കര ശിക്ഷയാണ് ലോകത്തിന് മുഴുവൻ. കാരണം വായുവില്ല, ശ്വസിക്കാൻ വായുവില്ല. അപ്പം പ്രശ്നമായി. എല്ലാരും കൂടെ കൂടിയാലോചന നടത്തി. ത്രിമൂർത്തികളും ഇന്ദ്രാദി ദേവകളും അഗ്നി എല്ലാരും കൂടെ പാതാളത്തിലോട്ട് ചെന്ന് നന്നായിട്ട് സമാശ്വസിപ്പിച്ചു. എന്നിട്ട് ഇവർ ഓരോരുത്തരും അനുഗ്രഹം കൊടുക്കുന്നുണ്ട്. ബ്രഹ്മാവ് ഭക്തിമാനാവ് മഹാവിഷ്ണു എന്ന് നിറഞ്ഞ ഭക്തി ഉണ്ടാവട്ടെ. ഇന്ദ്രൻ കൊടുക്കുന്നത് നിനക്ക് അമ്പേൽക്കാതിരിക്കട്ടെ. പിന്നെ വീരനായിരിക്കട്ടെ എന്ന് ശിവൻ കൊടുക്കുന്നു. പിന്നെ വേറെ ദേവകൾ പറയുന്നു നിനക്ക് ബലവും വേഗവും ഉണ്ടാകട്ടെ. അഗ്നി പറയുന്നു നിന്നെ അഗ്നി തൊടത്തില്ല. യമൻ പറയുന്നു നിന്നെ യമൻ തൊടത്തില്ല. ഈ രീതിയിൽ ഉള്ള അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് ഹനുമാൻ എന്ന പേരും കിട്ടി. ഈ ഹനുവിൽ ഈ പാട് വന്നുകൊണ്ട് അങ്ങനെ തിരിച്ചു വന്നു. നമ്മുടെ ലോകം സ്വസ്ഥമായി. ടീച്ചർ, അതിനിടയ്ക്ക് തന്നെ ഈ ആർജിച്ച വിദ്യകളെല്ലാം തന്നെ മറന്നു പോകുന്ന ഒരു കഥ കേട്ടിട്ടുണ്ട് ഹനുമാനെ കുറിച്ച്. അതിനെക്കുറിച്ച് പറയാവോ? അത് നമുക്കറിയാം. ഈ രാവണന്റെ ഒക്കെ പൂർവികൻ തൃണബന്ധു അതിലാണല്ലോ തുടങ്ങുന്നത്. തൃണബന്ധുവിന്റെ അവിടെ പുലസ്ത്യൻ താമസിച്ചു. പുലസ്ത്യനിൽ നിന്നാണ് പരമ്പര ഉണ്ടാകുന്നത്. അപ്പൊ ഈ തൃണബന്ധു ബ്രഹ്മർഷിയാണ്. അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന തപോവനത്തിന്റെ വാതിൽക്കല് ഒരു ദിവസം കുസൃതിയായിട്ടാവാം ഈ ഹനുമാൻ വഴക്കുണ്ടാക്കി നിന്ന ഒരാനയും ഒരു സിംഹത്തിനെയും കൂടെ കൊണ്ടുവന്ന് ഈ വാതിലിൽ രണ്ടിടത്തും അങ്ങ് കെട്ടിട്ടു. അപ്പം തൃണബന്ധു മഹർഷി വെളിയിലോട്ട് വരുന്ന ഉടനെ കാണുന്നത് രണ്ടെണ്ണം നിൽക്കുന്നതാ. ഭയന്നുപോയി അദ്ദേഹം. ഭയന്നിട്ട് മനസ്സിലായി ഇവന്റെ കുസൃതിയാണ്. പറഞ്ഞു, നീ ആർജിച്ച ശിക്ഷ. അത് കാരണം അത്ര ധൈര്യവും ഇതൊക്കെ മരണഭയവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ വേല ചെയ്തത്. അതുകൊണ്ട് നീ ആർജിച്ച വിദ്യ മറന്നുപോകും. ഈ പറഞ്ഞ പോലെ കോപം ശമിക്കുമ്പോ പറയും, അത് നിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളത് എന്നെങ്കിലും ഓർമ്മിപ്പിക്കും. ആ സമയത്ത് എനിക്ക് ഓർമ്മ വരും. ഓർമ്മയുണ്ടാവുമല്ലോ. സീത സമുദ്ര ലംഘനത്തിന് തയ്യാറെടുക്കുന്ന സമയത്ത് ഹനുമാൻ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. എല്ലാരും പറയും ഞാൻ അത്ര ചാടാ ഇത്ര ചാടാ ഞാൻ 100 ചാടാൻ, പക്ഷെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റത്തില്ല. ഹനുമാൻ പക്ഷെ സംസാരിക്കുന്നേ ഇല്ല. ആ സമയത്ത് ജാമ്പവാൻ ഓർമ്മിപ്പിക്കും, ഹനുമാനെ നിന്നെ ആളല്ലേ. ഒടുവിൽ പറയും നിന്റെ കയ്യിലല്ലേ മോതിരം തന്നിരിക്കുന്നേ. ഇത് പറയുമ്പോഴാണ് ഹനുമാൻ അങ്ങ് വളരുന്നു. പിന്നത്തെ ഒരു ചാട്ടം കാണിക്കുന്നുണ്ട്. അതിഗംഭീരമായ ഒരു വർണ്ണനയാണ് രാമായണത്തിലെ ആ ചാട്ടം. സമുദ്രലംഘനം. ആ എഴുന്നേറ്റ് നിൽക്കുന്ന മുതൽ കൈപരത്തുന്നതും അതിഗംഭീരമായ ഒരു വർണ്ണന. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് മറന്നുപോകാൻ കാര്യം. അത് കഴിഞ്ഞു ഇദ്ദേഹം കൗമാരപ്രായമെത്തി വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വേണം. ആരെയാണ് വിദ്യ അഭ്യസിക്കാൻ താൻ സമീപിക്കേണ്ടത്? അപ്പം വിചാരിച്ചു സൂര്യഭഗവാൻ മതി എനിക്ക്. അങ്ങനെ സൂര്യഭഗവാന്റെ അടുത്ത് ചെന്ന് ചോദിക്കുമ്പോൾ പറയും, എനിക്ക് നിന്നെ സമ്മതമാണ്, ഞാൻ നിനക്ക് വിദ്യാഭ്യാസിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ എൻ്റെ തേരിൽ ഇരിക്കുന്ന ബാലകല്യന്മാർ അവര് മുനിമാര് സമ്മതിക്കത്തില്ല. അല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ പഠിപ്പിക്കാമായിരുന്നു. ഈ മുനിമാര് നമുക്ക് ഈ സപ്തർഷികൾ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അവരിലെ ക്രതു എന്ന് പറയുന്ന ഋഷി, സന്തതി എന്ന് പറയുന്ന ഭാര്യ, അവരില് 60,000 മക്കളുണ്ടാവുക. അവരെല്ലാം അങ്കുഷ്ടം വിരലിന്റെ ഒപ്പമേ ഉള്ളൂ. പക്ഷേ ഓജസ്വികളാണ്, തേജസ്വികളാണ്. അവര് ബ്രഹ്മവിദ്യ അഭ്യസിച്ച് മുനിമാരായി. ഇവര് സൂര്യമണ്ഡലത്തിലാണ്. അപ്പൊ ഈ സൂര്യമണ്ഡലത്തിൽ വേറെ ആർക്കും അവർക്ക് കയറ്റുന്നത് ഇഷ്ടമല്ല. അവരെയാണ് ഈ ബാലാഖില്യന്മാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരുള്ളത് കൊണ്ട് സാരമില്ല, ഞാന് ശല്യം ചെയ്യാതെ നടന്നു പഠിച്ചോളാം. അതെങ്ങനെ പഠിക്കും? അങ്ങ് വരുന്ന വഴിയില് ഞാൻ നടന്നോളാം. എന്നിട്ട് ഗ്രന്ഥം ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് പുറകോട്ട് നടന്നാണ് ഹനുമാൻ പഠിക്കുന്നത്. അത് 60 നാഴിക കൊണ്ട് സകല വേദശാസ്ത്ര പുരാണം എല്ലാം പഠിച്ചു കഴിഞ്ഞു. 60 നാഴിക കൊണ്ട്. ഇത്രയും കഴിഞ്ഞപ്പം സ്വാഭാവികമായിട്ടും
ദക്ഷിണ കൊടുക്കണം, ഗുരുദക്ഷിണ. ഞാൻ എന്താ അങ്ങേക്ക് ഗുരുദക്ഷിണ തരേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറയും, നിന്റെ ഈ കഴിവ്, നിന്റെ ഈ ആർജവം, നിന്റെ ഈ അർപ്പണ മനോഭാവം, ഊർജ്ജസ്വലത, ഇതുപോലെ എനിക്ക് ഇത്രയും നല്ലൊരു ശിഷ്യനെ കിട്ടുക, അതാണ് ഏറ്റവും വലിയ ഗുരുദക്ഷിണ. അതാ ശരിയാവത്തില്ല, എനിക്ക് അങ്ങേക്ക് ഗുരുദക്ഷിണ തരണം. അപ്പൊ പറയും, അങ്ങനെയാണെങ്കിൽ എൻ്റെ മകൻ ഇന്ന് ഭൂമിയിൽ ഉണ്ട്, സുഗ്രീവൻ, അവന്റെ ചേട്ടൻ ബാല്യമുണ്ട്, ബാല്യോളം കഴിവ് എൻ്റെ മകന് ഇല്ല. നീ ഒരു കാര്യം ചെയ്യൂ, അവിടെ ചെന്നിട്ട് ഭൂമി ചെന്ന് നീ എൻ്റെ മകന്റെ മന്ത്രിയായിട്ട്, സന്തത സഹചാരിയായിട്ട് അവന്റെ കൂടെ വർത്തിക്കണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് താഴേക്ക് വിടുകയാണ്. അന്ന് മുതൽ, അല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ബാലിയായിരുന്നേ അദ്ദേഹം സമീപിക്കുക. പക്ഷെ അന്ന് മുതൽ അവസാനം സുഗ്രീവന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ മന്ത്രി, എല്ലാ തരത്തിലും സന്തത സഹചാരിയായിട്ട് വർത്തിച്ച ആളാണ് ഹനുമാൻ. ശരിക്കും പറഞ്ഞാല് ഹനുമാനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല അല്ലേ? അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഹനുമാൻ. കിഷ്കിന്ധാകാണ്ഡത്തിലാണ് ഹനുമാൻ പ്രത്യക്ഷപ്പെടുന്നത്. നല്ല വയ്യാകരണൻ, വടു എന്നൊക്കെയാണ് എഴുത്തച്ഛൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛന്റെ ഭാഷാ പാണ്ഡിത്യം നമ്മൾ കൂടുതൽ കാണുന്നതും ഹനുമാനിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ ടീച്ചറെ? മറ്റൊരു കഥയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം.